ഞാനിവിടെ വന്നപ്പോ ഇപ്പൊ ഇത്രയും പേരെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോ കോമഡി ഉത്സവത്തെ കുറിച്ചിട്ട് 4 വരി എഴുതി. അയ്യോ പിന്നെ ഇപ്പൊ നോക്കി പാടുന്നുണ്ട്, കുഴപ്പമില്ല. പെട്ടെന്ന് എഴുതിയതായോണ്ടാണ്. ദേശീയഗാനം ഇപ്പോഴും വൈറലാണ്. കൗസല്യ സുപ്രഭാതോ ജഗദീഷു മുകേഷു ഗണേഷു രതീഷു സുധീഷു മഹേഷു ദിലീപ് വിനീത് സുകുമാരി ഫിലോമിന ശോഭന പാർവതി മാധവി രേവതി മഞ്ജു വാര്യർ മണിയൻ പിള്ള രാജു മനോജ് കജയൻ ജഗദീഷ് ശ്രീകുമാർ ജഗന്നാഥ വർമ്മ തിലകൻ മുരളീധവൻ ശങ്കരടി ഹരിശ്രീ അശോകൻ കുതിരോട്ടം പപ്പു ബിജു മേനോൻ ജനാർദ്ദനൻ ശ്രീനിവാസൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സുരേഷ് ഗോപി സിദ്ദിഖ് സാദിഖ് സിദ്ദിഖ് ജയറാം ബൈജു കുഞ്ചാക്കോ ബോബൻ. എപ്പോഴും വൈറലാ. നമുക്ക് ആ പാട്ടിലോട്ട് കിടക്കാം. നമ്മുടെ കോമഡി ഉത്സവം പാട്ട്. ഹാസ്യത്തിന്മേമ്പൊടി ചാലിച്ചു നൽകും ഈ കോമഡി ഉത്സവം ഹിറ്റ. ഹാസ്യത്തിന്മേമ്പൊടി ചാലിച്ചു നൽകും ഈ കോമഡി ഉത്സവം ഹിറ്റ. കോമഡി കേട്ടാൽ ചിരിക്കുന്ന ജഡ്ജസ് പക്രുവുണ്ടിനിയും പ്രചോദും. കോമഡി കേട്ടാൽ ചിരിക്കുന്ന ജഡ്ജസ് പക്രുവുണ്ടിനിയും പ്രചോദും. ഹാസ്യത്തിന്മേമ്പൊടി ചാലിച്ചു നൽകും ഈ കോമഡി ഉത്സവം ഹിറ്റ ഹിറ്റ. ഫ്ലോറിലെത്തുന്നോർക്ക് പിന്തുണയേകും ജനപ്രിയനാകും മിഥുനും. ഫ്ലോറിലെത്തുന്നോർക്ക് പിന്തുണയേകും ജനപ്രിയനാകും മിഥുനും. ചക്രം തിരിച്ചിട്ട് നമ്പർ തുറക്കുമ്പോൾ സ്റ്റാർ പറയുന്ന പ്രോഗ്രാം. ചക്രം തിരിച്ചിട്ട് നമ്പർ തുറക്കുമ്പോൾ സ്റ്റാർ പറയുന്ന പ്രോഗ്രാം. ഹാസ്യത്തിന്മേമ്പൊടി ചാലിച്ചു നൽകും ഈ കോമഡി ഉത്സവം ഹിറ്റ ഹിറ്റ. സൂപ്പർ, താങ്ക് യു. ഗംഭീരമായി കേട്ടോ. നമുക്കിത് എടുത്ത് കൊണ്ടുപോവാം. നമുക്ക് എടുത്തോണ്ട് പോയത് ഇടയ്ക്കിടയ്ക്ക് പ്രൊമോ ആയിട്ടിടാനെങ്കിലും പാട്ട് ഉപയോഗിക്കുന്നത് ചേട്ടാ. അല്ല, ഈ പറഞ്ഞ പോലെ മധുവും കുടുംബങ്ങളെല്ലാം കോമഡി ഉത്സവത്തിൻ്റെ കുടുംബ അംഗങ്ങളാണ്. കാര്യം ഇവർ ഇതിനു മുമ്പ് വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മകനെ സംബന്ധിച്ചിടത്തോളം അവനെ ഓരോ പുരസ്കാരങ്ങൾ കിട്ടുമ്പോഴും അതിനുശേഷം അവൻ ഈ വേദിയിൽ വന്ന് ഓരോ പെർഫോമൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് വന്ന ആൾക്കാരിൽ നമ്മുടെ കുടുംബ അംഗങ്ങൾ തന്നെയാണ്. പിന്നെ തന്നെയല്ല, നിമിഷ നേരം കൊണ്ടൊക്കെ പാട്ട് എഴുതാന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ഈ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അത് അതിനൊരു വലിയ ഗൈഡ് തന്നെയാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഏറ്റവും അവസാനം 3 പേർ വിനയ് ഫോർട്ടിൻ്റെയും അതുപോലെ ബിജുക്കുണിയുടെ പേര് ആഡ് ചെയ്ത്, കാര്യം ഒരു പ്രാസം വെച്ചിട്ട് എഴുതണമല്ലോ. 3ാമത്തെ ലൈനൊക്കെ എഴുതിയതൊക്കെ ഇച്ചിരി പാടുപെട്ടാണെങ്കിലും അടിപൊളിയായിരുന്നു കേൾക്കാൻ. പിന്നെ അവനാണെങ്കിലും ചെയ്ത ആശയങ്ങളൊക്കെ, മോനാണ് മകേഷ് ചെയ്ത ആശയങ്ങളൊക്കെ രസമുണ്ട്. ഇനിയും അടുത്ത കലോത്സവം അല്ലേ, അപ്പോൾ അതിനും പ്രൈസ് കിട്ടട്ടെ. അപ്പം അത് ഷോസൊക്കെ ഒരുപാട് കിട്ടട്ടെ കേട്ടോ. തീർച്ചയായിട്ടും. താങ്ക് യു വിനയ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിയായ സന്തോഷമുണ്ട്. കാര്യം ഭയങ്കര സ്പോണ്ടേനിയസ് ആണല്ലോ. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് 1 മാസം 2 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസം മുമ്പൊക്കെ തിരക്കഥ കിട്ടുകയും നമ്മൾ ഒരുപാട് വായിക്കുകയും നമ്മൾ ഒരുപാട് ഹോംവർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. ഇപ്പം മൗശാനൊക്കെ ഇവിടെ വന്ന് സ്പോട്ടിൽ പാട്ട് എഴുതുന്നു, പാടുന്നു എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതെന്തൊരു ഒരു ദൈവഭാഗ്യമുണ്ട്, ഈശ്വരൻ്റെ ഭാഗത്തുനിന്നൊരു അനുഗ്രഹം. ഇങ്ങനെ പെട്ടെന്ന് എഴുതിയിട്ടുള്ള പാട്ടുകളെല്ലാം ഹിറ്റായിട്ടുണ്ട്. ഈ പറഞ്ഞ സുപ്രഭാത കീർത്തനം ഒരു ചാനൽ പ്രോഗ്രാമിന് വേണ്ടി ഫ്ലോറിലിരുന്ന് പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കലക്കി മധുവിനോട് പിന്നെ ഓൾ ദ ബെസ്റ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. മോനെ ഗ്രാൻഡായിരുന്നു കേട്ടോ. മോൻ്റെ എല്ലാ സ്റ്റാറുകളൊക്കെ മനോഹരമായിരുന്നു. കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കാരണം കോമ്പറ്റീഷനൊക്കെ പോകേണ്ടതല്ലേ, കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കി എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ മധുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറഞ്ഞാൽ നമ്മൾ മിമിക്രിക്കാരനാണെന്നാണല്ലോ അറിയപ്പെടുന്നത്. പക്ഷേ സകല കലകളും ഉണ്ട് കയ്യിൽ. ആ പ്രദേശത്തുള്ളവരൊക്കെ ഇപ്പോൾ അനിയനായാലും മനോജായാലും അങ്ങനെ തന്നെയാണ്. പാട്ട് ഭയങ്കരമായിട്ട് പാടും, കഥാപ്രസംഗം നന്നായിട്ട് പറയും, നാടകം കളിക്കും, ചെയ്യാത്ത എല്ലാ ഇൻസ്ട്രുമെന്റും എല്ലാം വായിക്കും. നമ്മൾ മിമിക്രി കലാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ എല്ലാ കലകളും അറിയാന്നുള്ളതാണ്. ശരിക്കും കലാകാരൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും മോനെ ഓൾ ദി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നത് ട്രൂപ്പ് ഉണ്ട് എപ്പോഴും ഗാനം. കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ എന്ന് പറയുന്ന മെഗാഷോ ട്രൂപ്പും കുട്ടനാട് കണ്ണകി എന്ന് പറയുന്ന നാടൻപാട്ട് ട്രൂപ്പ് കൂടാതെ പ്രത്യേകം ആവശ്യപ്പെടുന്ന വേദികൾ ചെയ്യുന്ന സുന്ദരി അമിട്ടും കഥാപ്രസംഗമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അത് എത്ര 2.5 മണിക്കൂർ കഥാപ്രസംഗമായിട്ട് തന്നെ രായപ്പ സാറിന്റെ രൂപത്തിൽ വന്ന് ഫുൾ ഓർക്കസ്ട്ര. അതും സാധാരണ കഥാപ്രസംഗമല്ല. ഒരാളെ അനുകരിച്ചിട്ട് 2.5 മണിക്കൂർ അയാളുടെ സൗണ്ടും ശബ്ദമൊന്നും വിടാതെ അനുകരിക്കണമല്ലോ. അത് ഞാനത് ഇറങ്ങി വന്നു കഴിയുമ്പോഴേ, ഈ കഥാപ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം
വിയർത്ത് കുളിച്ച് വല്ലാതെ ഇറങ്ങി വരുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ 2.5 മണിക്കൂർ ഒരു കഥാപ്രസംഗമായിട്ട് പാട്ട് പാടണം, സന്ദർഭോചിതമായിട്ട് കോമഡി പറയണം. അദ്ദേഹത്തിന്റെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ രാപ്പൻ ചേട്ടൻ്റെ ഒരു മാസ്റ്റർ പീസ്. ചികയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, പുലർച്ചയ്ക്ക് കൂവാൻ മനസ്സില്ല, ജനകോടികളുടെ കൺമുന്നിൽ ഇനി മോട്ടയിടാനായി മനസ്സില്ല, ഇനി മോട്ടയിടാനായി മനസ്സില്ല. ചികയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, പുലർച്ചയ്ക്ക് കൂവാൻ മനസ്സില്ല, ഇല്ല പുനോടികളുടെ കൺമുമ്പിൽ ഇനി മോട്ടയിടാനായി മനസ്സില്ല, ഇനി മോട്ടയിടാനായി മനസ്സില്ല, ഇനി മോട്ടയിടാനായി മനസ്സില്ല. ഇങ്ങനെ നമ്മൾ ഈ സ്പോണ്ടനിറ്റി അത് ഞാൻ പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വലിയ കലാകാരന്മാർക്കാണെങ്കിലും ഇപ്പൊ ഒരു സാധനം അവതരിപ്പിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ചൊന്ന് പ്രാക്ടീസ് ഇതെന്നൊക്കെ പറയും. സ്പോണ്ടേനിയസ് അല്ലേ, പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് കണ്ടുപഠിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ബ്ലെസ്ഡ് ആണ് കേട്ടാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ സമ്മാനം കിട്ടട്ടെ കേട്ടോ. അപ്പൊ ചേട്ടാ ഓക്കെ, വന്നതിൽ വീണ്ടും സന്തോഷം. താങ്ക് യു കേട്ടോ. താങ്ക്സ് അലോട്ട്.